CA കോഴ്സിൽ ഒരിക്കൽ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ സിഗ്നേച്ചറിന് എൻ്റെ സിഗ്നേച്ചറിനേക്കാളും വിലയുണ്ട്. അതിൽ നിന്നും അർത്ഥമാക്കുന്നത്, കാരണം കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് സൈൻ ചെയ്യാനും അല്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യാനും അധികാരപ്പെടുത്തിയിട്ടുള്ള ഏക പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൊഫഷൻ ഒരു പ്രീമിയം കാറ്റഗറിയിലായിട്ട് ഇന്ത്യയിലെ മറ്റ് ടോപ്പ് കാറ്റഗറി വരുന്ന IIM അല്ലെങ്കിൽ IIT അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ ഗൈഡിലേക്ക് CA അല്ലെങ്കിൽ CS, CMA ഒക്കെ കടന്നു വരുന്നത്. ഇതിനൊരു ആപ്റ്റിറ്റ്യൂഡ് വരണമെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും ഒരുപക്ഷെ കുട്ടികളിൽ കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദിനപത്രങ്ങൾ വായിക്കാനുള്ളതാണ്. കാരണം ദിനപത്രത്തിൽ തന്നെ ഇപ്പോൾ ഏത് പേപ്പർ എടുത്തു കഴിഞ്ഞാലും സാമ്പത്തികം എന്നുള്ള ഒരു വിഭാഗത്തിന് ഒരു പേജ് അല്ലെങ്കിൽ പലപ്പോഴും 2 പേജ്, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ 2 പേജ് എല്ലാ ദിനപത്രങ്ങളും മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് ഇന്ത്യയിലെ കമ്പനികൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഏതൊക്കെ കമ്പനികളാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് മെർജർ ആക്വിസിഷൻ, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവവികാസങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫോറിൻ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിലുള്ള കാര്യങ്ങൾ എന്താണ് നടക്കുന്നത്, ഏതൊക്കെ കമ്പനീസ് ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ കുട്ടികൾ വായിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കുട്ടികളാണ് നാളെ ഈ ഫിനാൻസ് പ്രൊഫഷണലായിട്ട് മാറുന്നത്. ഞാനൊക്കെ ചെറുപ്പത്തിലെ തന്നെ പത്രം വായിക്കുമ്പോൾ സാമ്പത്തിക മേഖലയെക്കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അതിനകത്ത് ലാഭം, നഷ്ടം, അല്ലെങ്കിൽ ഇക്വിറ്റി റേഷ്യോസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് ലാഭനഷ്ടങ്ങൾ കമ്പനികൾ വീതിക്കുന്നത്, ഏതൊക്കെ കമ്പനികൾ പുതിയ കമ്പനികൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു, ഈ കാര്യങ്ങളിലേക്കുള്ള ഒരു താല്പര്യങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ അവസരങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫിനാൻസ് പ്രൊഫഷണൽസിനുള്ള സാലറിയൊക്കെ വളരെ ഹൈ ആയിട്ടാണ് പലപ്പോഴും കണ്ടിരിക്കുന്നത്. പിന്നെ അത് നമ്മുടെ നാട്ടിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കുന്നത് രീതിയിലേക്ക് ഫിനാൻസ് പ്രൊഫഷണലിനൊക്കെ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനോ കൺസൾട്ടൻസി ഒക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട്. ഒരുപക്ഷെ ഈ ചോദ്യം നമുക്ക് മറ്റ് പ്രൊഫഷണൽസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ ഒരു കരിയർ ഡിസിഷനൊക്കെ ഒരുപക്ഷെ 3ലും 4ലും 5ലും ഒക്കെ പഠിക്കുന്ന കാലത്തിൽ തന്നെ ഈ കുട്ടികളിൽ രൂപപ്പെടുന്നുണ്ട്. കാരണം ഞങ്ങൾ കരിയർ കൗൺസിലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുമ്പോഴും 10ലും 11ലും ഒക്കെ ചെല്ലുന്ന കുട്ടികൾ ഓൾറെഡി വളരെ വ്യക്തമായിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ക്യാച്ച് ദം ഏർലി എന്ന് പറയുന്നൊരു പ്രോഗ്രാം, അതായത് 7ലും 8ലും 9ലും 10ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഈ കോഴ്സിനെക്കുറിച്ച് പലപ്പോഴും അവർ കേട്ടിട്ടില്ല. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും CA കോഴ്സിലേക്ക് വരാൻ അവർ വലിയൊരു താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു പ്രധാന ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്. ഏകദേശം 72,000 രൂപയാണ് ഒരുപക്ഷെ CA പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു 3.5 വർഷം കൊണ്ട് ചിലവാകുന്ന തുക. ഈ തുക പൂർണ്ണമായും അവർക്ക് CA പഠിക്കുന്ന സമയത്ത് ലഭിക്കുന്ന സ്റ്റൈഫൻഡിലൂടെ റിക്കവർ ചെയ്യാൻ സാധിക്കും. അപ്പം ഈ ഒരു അവബോധം കുട്ടികളിലേക്ക് ചെല്ലുക എന്നുള്ളത് ചെറിയ ക്ലാസ്സിൽ തന്നെ 5ലും 6ലും ഒക്കെ ചെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു വലിയ കോഴ്സാണെന്നും അതുപോലെ ഇതിൻ്റെ സാധ്യതകൾ വളരെ വലുതാണെന്നും ഇന്ത്യയിൽ തന്നെ, നമ്മുടെ രാജ്യത്ത് തന്നെ ഇത് കഴിഞ്ഞാൽ നിരവധി ഓപ്പർച്യൂണിറ്റികൾ തൊഴിൽ മേഖലയിലും അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന മേഖലയിലും കൺസൾട്ടൻസി മേഖലയിലും ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് മേഖലയിലും ഒക്കെ നിരവധിയായിട്ടുണ്ട്. കാരണം ഗവൺമെൻറ്റിൻ്റെ തന്നെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറഞ്ഞാൽ ബജറ്റാണ്. അപ്പോൾ ഈ ബജറ്റ് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വലിയ ടീമുണ്ട്. ഇതൊക്കെ ഫിനാൻസ് പ്രൊഫഷണൽസിൻ്റെ ഒരു വലിയ മേഖലയാണ്. അപ്പം ഏത് സാമ്പത്തിക മേഖലയിലേക്കും കടന്നു ചെല്ലാനുള്ള ഏറ്റവും നല്ല ഒരു താക്കോലാണ് ഒരു ഫിനാൻസ് പ്രൊഫഷണൽ എന്നുള്ളത്. 10ാം ക്ലാസ്സിന് ശേഷം CA കോഴ്സിന് രജിസ്റ്റർ ചെയ്യാം. ആ സമയത്ത് സ്റ്റഡി മെറ്റീരിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ലഭിക്കും. ഇതുപയോഗിച്ച് പഠനം ആരംഭിക്കാം. പഠനം ആരംഭിച്ചതിന് ശേഷം +2ൻ്റെ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് തന്നെ CAയുടെ ഫൗണ്ടേഷൻ പരീക്ഷ ജൂൺ മാസത്തിൽ എഴുതാൻ സാധിക്കും. അപ്പം 10ാം ക്ലാസ് കഴിയുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ 16 വയസ്സാണ്. 16 വയസ്സാണ് ഒരു പക്ഷേ ബേസിക്കായിട്ട് ഇതിൻ്റെ ഒരു എൻട്രി പ്രായം. രണ്ടാമതായിട്ട് വരുന്നത് BCom കഴിഞ്ഞ കുട്ടികൾക്കാണ്. BCom കഴിഞ്ഞ കുട്ടികൾക്ക് വരാം. അതുപോലെ ഏത് പ്രായത്തിലുള്ളവർക്കും ഇതിനകത്ത് കടന്നു വരാൻ സാധിക്കും. കാരണം പലപ്പോഴും ബാങ്കിൽ നിന്നും VRS എടുത്തവർ അല്ലെങ്കിൽ മറ്റ് ജോലിയിൽ നിന്നൊക്കെ പിന്മാറിയതിന് ശേഷം CAക്ക് വന്ന് CA പാസ്സായ ഒത്തിരിയേറെ ഉദാഹരണങ്ങളുണ്ട്. അപ്പം ഇതിനൊരു പ്രായം, ഇതിനൊരു പരിധിയല്ല. ഏത് പ്രായത്തിലും CAക്ക് ജോയിൻ ചെയ്യാം. മിനിമം CA പാസ്സാകാനുള്ള ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3.5 വർഷം എടുക്കും. കാരണം ഫൗണ്ടേഷൻ പാസ്സാകണം, അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളവർക്ക്. അതിനുശേഷം ഇൻ്റർമീഡിയറ്റ്
1.5 വർഷമെടുക്കും. അതിനുശേഷം 2 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ്, അവസാനത്തെ ഒരു 6 മാസം കൊണ്ട് ഫൈനൽ പരീക്ഷ എഴുതും. അങ്ങനെ ഒരു 3.5 വർഷമാണ് ഇതിൻ്റെ ഒരു കോഴ്സ് കാലാവധി. ഈ കോഴ്സ് കാലാവധിയിൽ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റൂൾ അനുസരിച്ച് 2 വർഷം പൂർണ്ണമായിട്ടും ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെ കൂട്ടത്തിൽ അവിടെ ഒരു അപ്രൻറ്റീസായിട്ട് രജിസ്റ്റർ ചെയ്ത് അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ ജോലികളിലും ഇൻവോൾവ് ചെയ്ത്, അതായത് പ്രധാനമായിട്ടും ടാക്സിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ കമ്പനി ആക്ടിൻ്റെ കാര്യങ്ങൾ, ബാലൻസ് ഷീറ്റ് P&L പ്രിപ്പറേഷൻ, ഇല്ലെങ്കിൽ ഫെമയുടെ കാര്യങ്ങൾ, എന്ത് തന്നെ വർക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഫേം ചെയ്യുന്നുണ്ടോ അതിനകത്തെല്ലാം ഒരു പ്രാക്ടീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾഷിപ്പ് എന്ന പേരിൽ ചെയ്യുന്ന അപ്രൻറ്റീസ് കാലത്ത് ഈ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതുണ്ട്. ഈ സമയത്ത് 2 വർഷം ഇൻസ്റ്റിറ്റ്യൂട്ട് നിഷ്കർഷിക്കുന്ന 3500, 4500, 5500 എന്ന് പറയുന്ന സ്റ്റൈഫൻഡ്, മിനിമം സ്റ്റൈഫൻഡ് കൊടുക്കാൻ ഈ ഒരു CA ഫേമും ബാധ്യസ്ഥരാണ്. CA എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു വൈഡായിട്ടുള്ള മേഖലകളിലേക്കെല്ലാം ചെല്ലാവുന്നതാണ്. അതിൽ കൺവെൻഷണലായിട്ട് നമ്മൾ കണ്ടുപോകുന്നിരുന്നത് ഒരു 2000 വരെ കൂടുതലായിട്ടും പ്രാക്ടീസായിരുന്നു. പ്രാക്ടീസിലൊക്കെ സോൾ പ്രൊപ്പറേറ്ററായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അതിനുശേഷമാണ് കൂടുതലായിട്ടും മൾട്ടിനാഷണൽ ഫേംസ് ഇന്ത്യയിൽ കൂടുതലായിട്ട് വിസിബിളായിട്ട് വന്നത്. നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഒരു 2000-ന് ശേഷമാണ് കൂടുതൽ ഫേംസ് എല്ലാ സിറ്റികളിലേക്ക് വന്നു. അപ്പം അവിടെ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഓഡിറ്റ്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കൺസൾട്ടൻസി തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ ബിഗ് 4 എന്ന് പേരിൽ വിളിക്കപ്പെടുന്ന സ്ഥാപനങ്ങളിലേക്ക് കൂടുതലായും ചാർട്ടേഡ് അക്കൗണ്ടന്മാർ ജോലിക്കെന്നുള്ള രീതിയിൽ വരാൻ തുടങ്ങി. അവിടെയും പാർട്ട്ണറാകാനുള്ള അവസരങ്ങളുണ്ട്, പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്, കൺസൾട്ടൻസി ഉണ്ട്, പ്രൊജക്റ്റ് പ്രിപ്പറേഷനുണ്ട്, അല്ലെങ്കിൽ ഫീസിബിലിറ്റി സ്റ്റഡീസ് ഉണ്ട്. എല്ലാ മേഖലകളിലും കൈവെക്കുന്ന ഒരു വിഭാഗമാണ് മൾട്ടിനാഷണൽ കൺസൾട്ടിങ് ഫേംസ്. അപ്പം അത് ഇന്ത്യയിലെ തന്നെ വലിയ ഫേമുകളും, അല്ലെങ്കിൽ ഇന്ന് എല്ലാ ഫേമുകളും തന്നെ ഒരു കൺസൾട്ടൻസിയിലേക്കും കാൽവെച്ചിട്ടുണ്ട്. കാരണം നമ്മളുടെ കൺവെൻഷണൽ വിഭാഗങ്ങളായ ടാക്സ് പ്രാക്ടീസ്, അല്ലെങ്കിൽ ഓഡിറ്റ്, അല്ലെങ്കിൽ നമ്മളുടെ ചെറുകിട കമ്പനികൾക്കുള്ള അല്ലെങ്കിൽ പ്രൊജക്റ്റ് പ്രിപ്പറേഷൻ, ഇതിൽ നിന്നൊക്കെ മാറി കൂടുതലായിട്ടും ഒരു ഇൻ്റർനാഷണൽ രീതിയിലുള്ള പ്രാക്ടീസിലേക്ക്, അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻസിയിലേക്ക് ഇന്ന് എല്ലാ വിഭാഗം ചാർട്ടേഡ് അക്കൗണ്ട്സ്മാരും മാറിയിട്ടുണ്ട്. കാരണം കൂടുതലായിട്ടും നെറ്റ്വർക്ക് ഫേംസിലൂടെ, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ എണ്ണം കൂടുതലൂടെയൊക്കെ എല്ലാ രാജ്യങ്ങളിലുമുള്ള വർക്കുകൾ നമ്മുടെ കൊച്ചു നാട്ടുകളിലും അല്ലെങ്കിൽ സിറ്റികളിലും ഒക്കെ ഇരുന്ന് ചെയ്യാനുള്ള ഒരു അവസരം ഇന്ന് എല്ലാ ഫേംസിനും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കൈവന്നിട്ടുണ്ട്.